പിടികിട്ടാപ്പുള്ളിയായിട്ടുള്ള അർജുൻ ആയങ്കിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ ശേഷമുള്ള സ്റ്റേഷനിൽ വെച്ചിട്ടുള്ള വിഷ്വൽസാണ് ഇപ്പോൾ കണ്ടത്. ഈ അർജുൻ ആയങ്കിയെ അറസ്റ്റ് ചെയ്യാനും വെടിവെച്ച് കൊല്ലാനും ഒക്കെ ഉത്തരവിടുന്നതിന് ഭയങ്കര ആർജവവും കാര്യങ്ങളൊക്കെ കാണിച്ചു. വളരെ നല്ല കാര്യം. അർജുൻ ആയങ്കി എന്നുള്ളതല്ല, എല്ലാ കള്ളന്മാരും കള്ളുടിയന്മാരും അതുപോലെ മയക്കുമരുന്ന് കള്ളക്കടത്തുകാർക്ക് എല്ലാവർക്കും ഇതേ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. എല്ലാവരെയും അറസ്റ്റ് ചെയ്യണം, ജയിലിലിടണം, തക്കതായ ശിക്ഷ കൊടുക്കണം. പക്ഷെ എൻ്റെ ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ച് നാൾ മുൻപ് CJPയുടെ സമരമൊക്കെ നടക്കുന്ന സമയത്ത് നമ്മുടെ TG മോഹൻദാസ്, BJPയുടെ ചാണക്യനായിട്ടുള്ള TG മോഹൻദാസ് ആ സമരം നടത്തിയ ആളുകളെ പറ്റി വളരെ മോശമായിട്ടുള്ള വർഗീയപരവും ബലാത്സംഗത്തിന് ആഹ്വാനം ചെയ്യുന്നതും അക്രമാസക്തമൊക്കെ ആയിട്ടുള്ള ഭയങ്കര മോശമായിട്ടുള്ളൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ സ്വന്തം പ്രൊഫൈൽ വഴി ആളുകൾക്ക് ഇട്ട് കൊടുത്തിട്ട് പോലും അതിനെതിരെ ഒരു കേസ് എടുത്തിട്ട് നാളെ ഇതുവരെ ഒന്ന് ചോദ്യം ചെയ്യുക പോലും ചെയ്യാൻ ഈ പോലീസുകാർക്കോ അല്ലെങ്കിൽ ഈ വകുപ്പിലെ ആർക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ അർജുൻ ആയങ്കിനെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ കാണിക്കുന്ന ഇതേ ഉത്തരവാദിത്വം, അർജുൻ ആയങ്കിനെ അറസ്റ്റ് ചെയ്തത് തെറ്റാണെന്നല്ല പറഞ്ഞു, അപ്പോൾ ഇതേ ഉത്തരവാദിത്വവും ഇതേ സ്മാർട്ട്നെസ്സും ഒക്കെ TG മോഹൻദാസിൻ്റെ പോലെയുള്ള RSSകാരെ അല്ലെങ്കിൽ BJPക്കാരെ ട്രീറ്റ് ചെയ്യാനും കൂടി കാണിക്കാത്തത് എന്ത് എന്നുള്ളൊരു സംശയം നാട്ടുകാർക്ക് എല്ലാവർക്കും ഉണ്ടാവും. അർജുൻ ആയങ്കിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏതൊരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഇരുത്തിയിരിക്കുന്നതാണ്. അർജുൻ ആയങ്കി അവിടെ ഇരുന്നിട്ട് ഏത് പേപ്പറാണ് എടുത്ത് വായിക്കുന്നത് എന്നുള്ളത് നോക്കിയാൽ മനസ്സിലാവും എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ പോലീസുകാർക്കും അല്ലെങ്കിൽ പോലീസിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്കും RSSകാരെ തൊടാൻ ഇത്ര മടി എന്നുള്ളതിൻ്റെ ഒരു ഉത്തരമാണ് അർജുൻ ആയങ്കി വായിക്കുന്ന ആ ന്യൂസ് പേപ്പർ.